ഇന്നലെ നമ്മൾ കേട്ടത് ആരണ്യത്തിലേക്ക് കടന്ന ശ്രീരാമന്റെ യാത്രകളെ കുറിച്ചാണ്. ശ്രീരാമചന്ദ്ര ദേവനും സീതാദേവിയും ലക്ഷ്മണസ്വാമിക്കൊപ്പമുള്ള യാത്ര കാട്ടിൽ നിന്ന് കാടിന്റെ ഉള്ളിലേക്ക് രാക്ഷസന്മാരും മറ്റും അഴിഞ്ഞാടുന്ന ഒരു കാട്ടിലേക്ക്, കാടിന്റെ വനാന്തർ ഭാഗങ്ങളിലേക്കുള്ള യാത്ര തുടരുന്നു. തീർച്ചയായും നമുക്കും അവർക്കൊപ്പം യാത്ര തുടരാം. അതാണ് രാമായണം. രാമന്റെ അയനമാണ് രാമായണം. രാമന്റെ ജീവിതമാകുന്ന യാത്രയാണ് രാമായണം. അത് ഓരോ രാമന്മാരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് രാമൻ. രാമൻ എന്ന് കേൾക്കുമ്പോൾ ആരാണോ സ്വയം ആനന്ദിക്കുന്നത്, ആർക്കാണോ മറ്റുള്ളവരെയും ആനന്ദിപ്പിക്കാൻ കഴിയുന്നത്, അവനാണ് രാമൻ എന്നുള്ളത് കൊണ്ട് അത് നമ്മളാകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് രാമായണത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കുക. അപ്പൊ രാമന്റെ അയനം ലക്ഷ്മണന്റെ അയനമായി, അത് ലക്ഷ്മണായനവും ഒപ്പം സീതായനവുമായി മാറുന്നു എന്നുള്ളതാണ് രാമായണം നമ്മെ കാട്ടിത്തരുന്നത്. അങ്ങനെയുള്ള രാമായണത്തിലെ ഓരോ വാക്കുകൾ സംസ്കൃതത്തിൽ അല്ല എഴുതിയിരിക്കുന്നത്. മലയാള ഭാഷ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അതിൽ 50-60% സംസ്കൃത വാക്കുകൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ
ഇടയ്ക്കെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ രാമായണം നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞ് തീർക്കാനാവില്ല എന്നുള്ളതാണ്. രാമായണം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടാണ് നമ്മളിവിടെ കേൾക്കുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്. അതിനു മുമ്പ് രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യ കാവ്യമായിട്ടുള്ള വാൽമീകി മഹർഷിയുടെ രാമായണം സംസ്കൃത മൂലത്തിലാണ്. അതിനുശേഷം വ്യാസ ഭഗവാന്റെ രാമായണം, അതാണ് ശരിക്കും അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. വാൽമീകി മഹർഷിയുടെ രാമായണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കിളിപ്പാട്ടില്, അല്ലെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ടില് ഉണ്ട്. പിന്നീട് ഒരുപാട് രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, മലയാളത്തിൽ തന്നെയുള്ള നിരണം കവികൾ കണ്ണശ രാമായണം എഴുതിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഹിന്ദി സ്വാധീന മേഖലയില് തുളസീദാസ രാമായണമുണ്ട്. അതിന്റെ പേര് തന്നെ രാമചരിത മാനസ് എന്നാണ്. കാരണം സാക്ഷാൽ ഈശ്വരനാണ് ഈ കഥ പറയുന്നത്. സാക്ഷാൽ പരമേശ്വരന്റെ മനസ്സിലാണ് രാമായണം ഉണ്ടായത്. നമ്മളറിയുന്ന എഴുത്തച്ഛന്റെ രാമായണത്തിന് മുമ്പ്, നമ്മളറിയുന്ന വാൽമീകിയുടെ രാമായണത്തിന് മുമ്പ്, തുളസീദാസ രാമായണത്തിന് മുമ്പ് രാമായണം ആദ്യം വിരിഞ്ഞത് ശ്രീ പരമേശ്വരന്റെ മനസ്സിലാണ് എന്നുള്ള സങ്കല്പം വെച്ചിട്ടാണ് തുളസീദാസ് രാമായണം എഴുതിയപ്പോൾ, ഹിന്ദിയിൽ എഴുതിയപ്പോൾ അതിന് തുളസീദാസ രാമായണം എന്നല്ല, രാമചരിത മാനസ് എന്ന പേരാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ആവണം ഇവിടെ ശരിക്കും പറഞ്ഞാല് പാർവതീദേവി ചോദിച്ചപ്പോൾ ആ പരമേശ്വരൻ രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴും രാമനെ കുറിച്ച് ആണ് പറയുന്നത്. പരമേശ്വരൻ പറയുന്നത് ആ പരമ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയിലൂടെ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പരമേശ്വരൻ പാർവതി ദേവിയുള്ള ആ സംഭാഷണത്തിൽ കേൾക്കുന്നത്. അപ്പോ ഒരറിവ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ആദ്യം തന്നെ രാമായണം പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്ത പല മുഖങ്ങളും കാണുന്നതുകൊണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഒരു വിദ്യാർത്ഥി എങ്ങനെയാവണം, അറിവ് നേടുന്ന ഒരാൾ എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുന്നത് കൂടിയാണ് രാമായണം. കാരണം ആ ലോക എന്താ പറയേണ്ടത്, പാർവതി പരമേശ്വരോ എന്ന് പറയുന്നത് ജഗത് പിതാവ്, ജഗത് മാതാവ് എന്നാണ്. ജഗത് പിതാവും മാതാവുമായ പാർവതി പരമേശ്വരൻ, ആ പാർവതി ദേവിയാണ്, അല്ലെങ്കിൽ ആ ഹൈമവതിയാണ്, അല്ലെ ആ ഉമാമഹേശ്വരിയാണ് ചോദ്യം ചോദിക്കുന്നത്. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപേക്ഷ പതിയുടെ മുന്നിൽ, തന്റെ പതിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ മുന്നിൽ വെക്കുമ്പോഴാണ് രാമായണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, കാരുണ്യമുള്ളവർക്കാണ് ശരിക്കും ഭഗവാനെ കിട്ടുക. രാമായണം ഭഗവാന്റെ കഥയാണെന്ന് ഭഗവാൻ തന്നെയാണ്. ഭാഗവതം എങ്ങനെയാണ് ഭഗവാൻ ആകുന്നത്, അതുപോലെ തന്നെയാണ്. അപ്പൊ രാമനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാരുണ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്ന് പാർവതി പരമേശ്വര ഉമാമഹേശ്വര സംവാദത്തിലൂടെ രാമായണം നമ്മെ കാട്ടിത്തരികയാണ്. അപ്പൊ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഗുഹൻ എന്ന് പറയുന്ന നിഷാദ രാജന്റെ കാട്ടാളനായിട്ടുള്ള ആളിന്റെ ആ എന്താ പറയണ്ടേ ശൃംഗിവേരപുരം എന്ന് അറിയപ്പെടുന്ന ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് പിന്നെ യാത്ര തുടർന്നു. ആദ്യം കണ്ടത് മഹർഷി ഭരദ്വാജനെയായിരുന്നു, വാൽമീകി മഹർഷി. ഈ രാമായണം എഴുതിയ ആൾ തന്നെ ഈ രാമായണത്തിൽ കഥാപാത്രമായി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി രാമായണത്തിനുണ്ട്. രാമായണം രചിച്ച വാൽമീകി മഹർഷി തന്നെ ഇതിനകത്ത് പ്രത്യക്ഷപ്പെട്ട് തന്റെ കഥ, പൂർവ്വ ജന്മ കഥയെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭരദ്വാജനെ കാണുന്നു. ഭരദ്വാജനായിരുന്നു ശിഷ്യൻ ആരുടെ, വാൽമീകി മഹർഷി. ഭരദ്വാജനെ കണ്ടിട്ട് പിന്നീട് ഇവിടേക്ക് വാൽമീകി മഹർഷി ആശ്രമത്തിലെത്തുന്നു. പിന്നീട് അത്രി മഹർഷിയെ കാണുന്നു. അത്രി മഹർഷിയുടെ സഹധർമ്മിണിയായിട്ടുള്ള അനസൂയ ഒരുപാട് എന്താ പറയണ്ടേ കുറിക്കൂട്ടുകൾ അടക്കമുള്ള ദേവശില്പി നൽകിയിട്ടുള്ള പട്ടുടയാടെ അടക്കം സീതാദേവിക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അവസാനം നമ്മൾ കണ്ടത് അഗസ്ത്യ മഹർഷിയുടെ അടുക്കലെത്തുക. അതിനു തൊട്ടു മുമ്പ് അഗസ്ത്യന്റെ ശിഷ്യനായിട്ടുള്ള സുധീഷ്ണനെ കണ്ടു. സുധീഷ്ണന് മുമ്പ് ശരഭംഗനെ കണ്ടു. ശരഭംഗനാണെങ്കിൽ 1-2 ശ്വാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ഈ രാമനെ ഒന്ന് കണ്ടിട്ട് തന്റെ ശ്വാസം അടക്കാമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ ശരഭംഗ മഹർഷിയുടെ അടുക്കലേക്ക് ശ്രീരാമചന്ദ്രദേവനും സീതാദേവിയും ലക്ഷ്മണസ്വാമി ഒക്കെ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ നിന്നിട്ടാണ് പിന്നീട് എവിടേക്ക് സുധീഷ്ണ മഹർഷിയുടെ അടുക്കലേക്ക് പോകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സമയത്ത് ശരഭംഗൻ ഇനി ഏതാനും ശ്വാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോ 50 വയസ്സുള്ള ഒരാള് ഞാൻ എങ്ങനെ പോയാലും 80 വയസ്സ് വരെ, 90 വയസ്സ് വരെ, 100 വയസ്സ് വരെ തിരിച്ചിരിക്കണം. ഈ ശരഭംഗന് 1-2 ശ്വാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും ആ രാമനെ എനിക്ക് കാണണം, ആ പരമാത്മാവിനെ കാണണം എന്നുള്ള
എന്നുള്ള ഉത്കടമായ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഇരുന്നത്. തപസ്സനുഷ്ഠിച്ച് ധ്യാനമുറയിൽ സ്വീകരിച്ച് അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയത് മാത്രമല്ല, അദ്ദേഹം തന്റെ കയ്യിലുള്ള ഇത്രകാലത്തെ തപശക്തി കൊണ്ട് താൻ എന്താണോ നേടിയത് അത് മുഴുവൻ പകർന്നു കൊടുത്തു, രാമന് പകർന്നു കൊടുത്തു. സീതയെ വിവാഹം കഴിച്ച് പരിണയം നടത്തിയിട്ട് മിഥിലാപുരിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്രാമധ്യയിലാണ് പരശുരാമനെ കാണുന്നത്. എല്ലാവരും വിചാരിച്ചു ഇപ്പൊ തീരും, എല്ലാം ഇപ്പൊ തീരും എന്ന് വിചാരിച്ചു. പക്ഷെ ആ പരശുരാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വൈഷ്ണവ തേജസ് മുഴുവൻ ഇതിനു മുമ്പ് തപസ് ചെയ്തപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പരശുരാമൻ ആ സമയത്ത് രാമനോട് പറയുന്നു. എന്തായാലും ത്രേതായുഗത്തിൽ ഞാൻ ദശരഥപുത്രനായി പിറക്കും, അന്ന് കാണാം, അന്ന് നിന്റെ കയ്യിലുള്ള എല്ലാ തേജസ്സും എന്നിലേക്ക് പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അതെല്ലാം കൊടുത്തിട്ടാണ് പോയത്. ഇവിടെ ശരഭംഗ മഹർഷി. ഇനി നമ്മൾ അഗസ്ത്യ മഹർഷിയെ കാണാൻ പോകും. ഇപ്പൊ ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ലോകഹിതാർത്ഥം, ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കാലം മുന്നോട്ട് വെച്ചാൽ 1000 കാലുമായി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ നന്മയെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ 1000 കാലുകളുമായി നമ്മൾ ഒരു ചൂട് വയ്ക്കുമ്പോൾ 1000 ചൂടുമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതേപോലെ പരശുരാമനെ പോലെ, ഈ ശരഭംഗനെ പോലെ, ഇനി വരാൻ പോകുന്ന അഗസ്ത്യ മഹർഷിയെ പോലെ ഒരുപാട് നന്മയുള്ള മനസ്സുകൾ ഉണ്ടാകുന്നുള്ള വലിയ പാഠം ഈ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അഗസ്ത്യൻ എന്ന് പറഞ്ഞ അത്ര ചില്ലറക്കാരനല്ല. അഗസ്ത്യൻ എന്നൊക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അഗസ്ത്യൻ പെരിയ വലിപ്പമുള്ള ആളെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതത്തിൽ അഗസ്ത്യ മഹർഷിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അഗസ്ത്യ മഹർഷിയെ കുറിച്ച് കേൾക്കുന്നത് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഭാഗത്താണ്. ഗജേന്ദ്ര മോക്ഷത്തില് പാണ്ഡ്യ രാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അടുക്കലേക്ക് അഗസ്ത്യ മഹർഷി വരുമ്പോൾ അദ്ദേഹം, ഈ രാജാവ് ഇത്രയും ശ്രേഷ്ഠനായ മഹർഷി തന്റെ മുന്നിൽ വന്നു എഴുന്നേൽക്കാനോ കണ്ടതായിട്ട് ഭാവിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം ചെറിയൊരു ശാപം കൊടുത്തു. 1000 വർഷം നീ ആനയായിട്ട്, ഇപ്പൊ നിന്റെ മരവിച്ചു പോയ മനസ്സുകൊണ്ടാണല്ലോ എന്നെ കാണാതെ പോയത്, അങ്ങനെ ആനയാവട്ടെ. അതാണ് പിന്നീട് ഗജേന്ദ്ര മോക്ഷം എന്ന് നമ്മൾ ഭാഗവതത്തിൽ കേൾക്കുന്നത്. പിന്നെയുണ്ട് ഈ വിന്ധ്യപർവ്വതം എന്ന് പറയുന്നത്. ഇങ്ങനെ വിന്ധ്യപർവ്വതം മുകളിലേക്ക് ആകാശത്തേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വിന്ധ്യപർവ്വതം ഇങ്ങനെ ഉയർന്നു പോയി കഴിഞ്ഞാൽ സൂര്യചന്ദ്രന്മാരുടെ ചലനം നടക്കുന്നില്ല, അവരുടെ സഞ്ചാരം നടക്കുന്നില്ല. സൂര്യൻ ചലിക്കുന്നു അല്ലെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നു, അതൊക്കെ നമുക്കറിയാമല്ലോ. ആ സമയത്ത് ശരിക്കും രാപകലും ഉണ്ടാകുന്നില്ല, രാത്രിയില്ല. രാത്രിയാണെങ്കിൽ രാത്രി മാത്രം, പിറ്റേ ദിവസമില്ല, ഒറ്റ ദിവസവും ഇല്ല, കാരണം എല്ലാ ദിവസവും രാത്രി. പകലാണെങ്കിൽ പകൽ മാത്രം. അങ്ങനെ ദേവകൾക്കാകെ വെപ്രാളമായി, അങ്കലാപ്പായി, ആശങ്കയായി. അവരവസാനം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഈ മഹർഷിയെ കണ്ടെത്തി അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അവന്റെ ദർപ്പം, അഹങ്കാരം, അഹന്തയെ നടക്കണം. ഇതാ അഗസ്ത്യ മഹർഷി കേട്ടപ്പോൾ തന്നെ തന്റെ ഉയർന്ന ശിഖരങ്ങളൊക്കെ അടക്കി വീര്യൻ. എന്നിട്ട് അടുക്കലെത്തിയിട്ട് ആ അഗസ്ത്യ മഹർഷി പറഞ്ഞു, ഞാനിപ്പോൾ യാത്ര തുടരുകയാണ്, ഞാൻ അധികം വയ്യാതെ പോയിട്ട് തിരിച്ചു മടങ്ങിയെത്തും, അതുവരെ നീ അങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ അഗസ്ത്യ മഹർഷി പോയതല്ലാതെ തിരിച്ചു വന്നിട്ടില്ല. നിന്റെ അഹങ്കാരം അവസാനിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഗസ്ത്യ മഹർഷിയെ കുറിച്ച് നമ്മൾ താടകാവധം കേട്ടു അല്ലെ. താടകാവധത്തിൽ നിന്നാണ് രാമൻ അഹല്യാമോക്ഷം നടത്തി മിഥിലാപുരിയിലേക്ക് പോയത്. അപ്പൊ ആ താടകാവനം അവിടേക്ക് പറയുന്നുണ്ട്, വിശ്വാമിത്രൻ പറയുന്നുണ്ട്, ഇവിടേക്ക് മനുഷ്യരാരും വരാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും ഭീതിയാണ്. ആരെ കണ്ടാലും അവരെയെല്ലാം വിഴുങ്ങുന്നവരാണ് ഈ താടകയും മകനായിട്ടുള്ള മാരീചനും ഒപ്പമുള്ള സ്വഭാവവും ഒക്കെ എന്ന് പറയുന്നത്. എങ്ങനെ താടക ഇങ്ങനെയായി? താടക ശരിക്കും ഒരു യക്ഷപുത്രിയായിരുന്നു. സുഖേതൻ എന്ന് പറയുന്ന യക്ഷന്റെ പുത്രിയായിരുന്നു താടക. പിന്നീട് ആ സമയത്ത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ സുഖേതന് മക്കളുണ്ടായില്ല. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നൽകി. ബ്രഹ്മാവ് വരം നൽകി. എന്താ വരം നൽകിയത്? ഒരു പുത്രനെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, സുഖേതന്റെ ആഗ്രഹം. പക്ഷെ ഒരു പുത്രിയെ നൽകി. എങ്ങനെയാ പുത്രിയെ നൽകിയത്? 1000 ആനകളുടെ ശക്തിയുള്ള പുത്രിയാണ് നൽകിയത്. എന്ന് മാത്രമല്ല, സുന്ദൻ എന്ന് പറയുന്ന ആള് വിവാഹം കഴിച്ചു. സുന്ദൻ, ലക്ഷനായിട്ടുള്ള സുന്ദൻ വിവാഹം കഴിച്ചു. ഈ സുന്ദനും അഗസ്ത്യ മഹർഷിയും തമ്മിൽ എന്തോ പിണക്കം ഉണ്ടായി, വഴക്കുണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്തു? ഈ സുന്ദൻ എന്ന് പറയുന്ന താടകയുടെ ഭർത്താവിനെ ചുട്ടുചാമ്പലാക്കി. അത്രയുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല അഗസ്ത്യ മഹർഷി. എന്ന് മാത്രമല്ല, ഈ താടക അഗസ്ത്യാശ്രമം ആക്രമിക്കാനും അങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോൾ അഗസ്ത്യൻ വീണ്ടും നീ നരഭോജിയാവട്ടെ എന്ന് പറഞ്ഞ് ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ താടക ജീവിതത്തിൽ. ഇങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ അഗസ്ത്യനെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് വരുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, പരശുരാമനിൽ നിന്ന് കിട്ടി, ശരഭംഗനിൽ നിന്നെത്തി ആരൊക്കെയുണ്ടോ അവന് ആ കഴിവുള്ള, ശക്തിയുള്ള, ശേഷിയുള്ള, പ്രതിഭയുള്ള അവരിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക രാമൻ. കാരണം രാമൻ വരുന്നത് തന്റെ ഇച്ഛയ്ക്ക്
പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ല, തന്റെ അഭിലാഷത്തിന്റെ തന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. ദേവകളുടെ ആവശ്യമായിട്ടുള്ള രാവണ നിഗ്രഹം എന്ന് പറയുന്നത് ആ ഗോമാതാവിന്റെ രൂപമെടുത്ത ഭൂമി ദേവി ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞത് ഈ ഭാരം, ഈ എന്താ പറയാ, അധർമ്മികളുടെ, അക്രമികളുടെ, അന്യായം ചെയ്യുന്നവരുടെ ഭാരം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് ചെന്ന് സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രപാദ എന്നൊക്കെ പുരുഷത്വം ഉൾപ്പെടെ ചൊല്ലിക്കൊണ്ട് ആ ഭഗവാനെ, സാക്ഷാൽ വിഷ്ണു ദേവനെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പൊ ഓർക്കുക, അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നീ വരുന്നതും പാത്തു ഞാനിരുന്നിതൂനം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിതീരത്തിങ്കൽ എന്നരുൾ ചെയ്തു. ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാമഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ. അപ്പോ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചോദിച്ചവരുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ സുധീഷ്ണനോട് ആവശ്യപ്പെട്ടു, എനിക്ക് അദ്ദേഹത്തിന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് രാമൻ പറയുക. അപ്പോഴാണ് സുധീഷ്ണൻ മഹർഷി പറയുന്നത്, ഞാനും കുറെ കാലമായി എന്റെ ഗുരുവിനെ കണ്ടിട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരവിടെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ രാമനാമത്തിന്റെ മഹാത്മ്യം എന്താണ് അല്ലെ? ശ്രീരാമ രാമരാമ ആ ഒരു നാമമുണ്ടല്ലോ, നാമത്തിന്റെ പ്രാധാന്യം എന്താണ്? സഹസ്രനാമ തത്തുല്യമാണ്. ഒരു രാമനാമം ഉച്ചരിക്കുന്നത് 1000 നാമങ്ങൾ ചൊല്ലുന്നതിന് തുല്യമാണ്. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് രാമനാമത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് വ്യാഖ്യാനിച്ച് അത് വിശദീകരിച്ചു കൊടുക്കുന്ന വേളയിലാണ് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ആശ്രമത്തിലേക്ക് ഈ സുധീഷ്ണ മഹർഷി, തന്റെ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള സുധീഷ്ണനൊപ്പം കടന്നു വന്നത്. അപ്പൊ എന്താ പറയുന്നത്? കണ്ടാലുടനെ പറഞ്ഞത്, നീ വരുന്നതും പാർത്ത് ഞാൻ ഇരുന്നു, നിശ്ചയമായിട്ട് നിന്നെ കാണാനായിട്ട് നീ വരും വരും, വരാതിരിക്കില്ല. ആ ഒരു വലിയ ചിന്തയുമായിട്ടാണ് ഞാൻ. കാരണം എന്താ? ദേവകളോട്, ദേവന്മാരോട്, കമലാസനോട്. ആരെ കമലാസനൻ? കമലയിലിരിക്കുന്നവൻ അല്ലെ? ആരാണത്? വിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്ന് വിരിഞ്ഞ് ഉണ്ടായ സാക്ഷാത് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനോടും മറ്റു ദേവകളോടുമൊക്കെ നീ പറഞ്ഞു. എവിടെ വെച്ച്? ക്ഷീരവാരിതിങ്കൽ നിന്നരുൾ ചെയ്തു. ക്ഷീരവാരി, പാലാഴി. ആ പാലാഴിയിൽ വെച്ച് ബ്രഹ്മാവ് ഇങ്ങനെ ഈ പുരുഷ സൂക്തമടക്കം ഒരുപാട് സ്തുതികൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ദശരഥപുത്രനായി കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുൻജന്മങ്ങളിൽ കശ്യപനായിരുന്നു, അതിഥിയായിരുന്നു അവർ. കശ്യപൻ അപ്പോൾ പ്രാർത്ഥിച്ചു, എന്താണ്? ഭഗവാനെ, നീ തന്നെ എനിക്ക് പുത്രനായി വരണേ. അതിഥി പ്രാർത്ഥിച്ചത് അതായിരുന്നു. എന്താ? നീ തന്നെ പുത്രനായി പിറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ഇരുവരും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തില് ഈ കശ്യപനും അതിഥിയുമാണ് ദശരഥനായിട്ടും പിന്നെയോ കൗസല്യയായിട്ടും പിറന്നിരിക്കുന്നത്. തീർച്ചയായും ഞാൻ അവർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി ദശരഥപുത്രനായി പിറക്കും എന്ന്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമി പറഞ്ഞ ഈ ഭാരം, ഈ അധർമ്മികളുടെ, അക്രമികളുടെ ഭാരം എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പരാതി പറഞ്ഞല്ലോ, അത് തീർക്കാനായിട്ട് ഈ എന്താ പറയുക, ഈ രാവണന്മാരെ എന്ന് പറയുന്ന ഈ രാക്ഷസന്മാരെ ഇതിനെല്ലാം ഇല്ലാതാക്കാനായി ഞാൻ ഇവിടെ അവതരിക്കും എന്ന് അവിടെ വെച്ച് പറഞ്ഞ ആ വാക്ക് ഞാൻ ഓർക്കുന്നു എന്ന് അഗസ്ത്യൻ ഓർമ്മിപ്പിക്കുക. ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിഞ്ഞ് ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്ക് മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാതിരിതൻ. നീ അന്ന് പറഞ്ഞ, ഭഗവാനോട് പറയുക, അന്ന് പറഞ്ഞില്ലേ ആ വാക്കം കേട്ടപ്പോൾ മുതൽ ഞാനിവിടെ വന്നിരിക്കുക. എന്തിനു വേണ്ടിയാ? ആ മുഖമൊന്ന് കാണാൻ വേണ്ടി. ആ മുഖമൊന്ന് കാണാൻ വേണ്ടി എത്രയോ കാലമായിട്ട് താപസജനത്തോട്, ശിഷ്യസഞ്ചയത്തോട്, ശിഷ്യന്മാരാകുന്ന വലിയൊരു സമൂഹത്തോട്, ഗണത്തോട്, കൂട്ടത്തോടൊപ്പം ഞാനിവിടെ വന്നിരിക്കുകയാണ്. നീ എല്ലാത്തിന്റെയും കാരണനാണ് അല്ലെ? കൗസല്യാദേവി പ്രാർത്ഥിച്ചപ്പോൾ, സ്തുതിച്ചപ്പോൾ പറഞ്ഞു, ജഗത്തായതും നീയെ, ജഗശ്രായവും, ജഗത്തിന്റെ ആശ്രയം നീ തന്നെയാണ്, നീ തന്നെയാണ് ജഗത്തിന്റെ ആധാരവും എന്ന് പറഞ്ഞു. ഇവിടെ ലോകകാരണൻ, ആ ലോകകാരണനായിട്ടുള്ള ഒരു മാറ്റവും ഉണ്ടാകാത്ത, പരിവർത്തനം ഉണ്ടാകാത്ത, വികാരങ്ങളില്ലാത്ത, തന്നുടെ മായ, തനിക്ക് ആശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓരോന്ന് ജീവനുകൾ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ കുറിച്ച് പറയുക. ആ ശക്തി ലളിതാസഹസ്രനാമം ഇപ്പൊ ചൊല്ലി സമർപ്പിച്ചതേ ഉള്ളൂ അല്ലെ? അവസാനം ലളിതാസഹസ്രനാമം സമർപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് ശിവശക്തി ഐക്യസ്വരൂപിണി. ശിവൻ ഒറ്റയ്ക്കല്ല, ശക്തി ഉള്ളപ്പോഴാണ് ശിവനെല്ലാം ചെയ്യാൻ പറ്റുന്നത്.
ഭഗവാൻ സീതാദേവി അല്ലെങ്കിൽ ആ ദേവി തന്നെ പറയുന്നുണ്ട് എന്താണ് ആ സാന്നിധ്യത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ മായാരൂപത്തിലായിട്ടും അവിദ്യയായിട്ടും വിദ്യയായിട്ടും എന്തൊക്കെയുണ്ട് ആ രൂപത്തിലൊക്കെ വന്ന് ചെയ്യുന്നത് ആ ദേവിയാണ്. അപ്പൊ ആ ശക്തി സ്വരൂപിണിയാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്. പിന്നീടോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താപസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും. പിന്നെ ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെയാണ് അല്ലെ? ആദ്യം ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യൻ എന്ന് പറയുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ ഉള്ളവനാണ് അല്ലെ? അജൻ എന്ന് പറയുന്നത് ജനിക്കാത്തവൻ. നമ്മളൊക്കെ ജനിച്ചവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ജനനത്തിനൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ഡെത്ത് കൂടി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം ജനിച്ചു മരിച്ചേ പറ്റിയുള്ളൂ. ഭഗവാൻ ജനിക്കാത്തവനായതുകൊണ്ട് ഭഗവാൻ മരണവുമില്ല. അപ്പൊ ഭഗവാൻ നേരത്തെ തന്നെ ഉണ്ട്. ഭഗവാൻ എന്നുമുണ്ട്. ആദി മധ്യ അന്തങ്ങൾ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത്. നമുക്ക് മധ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആദിയില്ല. അവസാനത്തെ കുറിച്ച് നമുക്കറിയാം. നാളെയാണോ മറ്റന്നാളോ ഇപ്പനാണോ അടുത്ത നിമിഷമാണോ നമുക്കറിയില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ഏകനാണ് ഭഗവാൻ. ഭഗവാൻ ഒന്നാണ്. ഭഗവാൻ രണ്ടില്ല. സത്യത്തിന് രണ്ടായിട്ട് നിൽക്കാൻ പറ്റില്ല. സൂര്യൻ കിഴക്കുദിച്ചു എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് അസ്തമിച്ചു എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഏകനാണ്, അവ്യയനാണ്, മാറ്റം ഉണ്ടാകാത്തവനാണ്, ഒരു മാറ്റവും ഉണ്ടാകാത്തവനാണ്, ക്ഷയിക്കാത്തവനാണ്. പിന്നെ ഭഗവാനെ അച്യുതൻ എന്ന് പറയും. കാരണം ഒരു ചുതിയും ഉണ്ടാകാത്തവൻ, താഴേക്ക് വരാത്തവനാണ്. 100 ഡിഗ്രിയിൽ നിന്നാൽ അല്ലെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മതി, ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് 0 ഡിഗ്രിയിൽ എത്തിയിട്ട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഭഗവാൻ എപ്പോഴും ആ 100 ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഏകൻ, ആദ്യൻ, അജൻ, അവ്യയൻ എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുണ്ടായ തത്വത്തെ കുറിച്ച് പറയുകയാണ്. ഈ ത്രിഗുണങ്ങളെ കുറിച്ച് സത്വഗുണം, രജോ ഗുണം, താമസിക ഗുണം. അതിൽ നിന്നാണ് സൃഷ്ടി പോലും ഉണ്ടായത്. പിന്നീട് അതിൽ നിന്നാണെന്ന് പറയുന്നത്. കാരണം നമ്മൾ പറയുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാർ. ആ ബ്രഹ്മാവിന് ഈ സൃഷ്ടി ചെയ്യാനായിട്ട് വെറുതെ ചെയ്യാൻ പറ്റില്ല. ആ രജോ ഗുണത്തിന്റെ അത്യുന്നത അവസ്ഥയിലാണ് ബ്രഹ്മാവിനെ കൊണ്ട് ഈ സൃഷ്ടി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ സൃഷ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്യണം. ചില ആളുകളുണ്ടല്ലേ ഓടിങ്ങനെ നടക്കും. അപ്പൊ രജോ ഗുണം കൂടുതലുള്ളവരാ. ബ്രഹ്മാവിന് രജോ ഗുണം കൂടുതലുള്ളത് കൊണ്ടാണ് സൃഷ്ടികർമ്മം ചെയ്തത്. സാത്വിക ഗുണമാണ് വിഷ്ണുവിനുള്ളത്. സ്ഥിതി പാലിക്കുക, വളരെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കൊണ്ടുപോവുക. പിന്നെയോ കണ്ണു തുറന്നിട്ട് എല്ലാം സംഭരിക്കുക. തമോ ഗുണപ്രിയനായിട്ടുള്ള ആ രുദ്രനാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇത്തിരി ഇവിടെ കഥയല്ല പറയുന്നത്, തത്വമാണ്. ഒറ്റ തവണ കേട്ടാൽ 10 തവണ കേട്ടാലും മനസ്സിലാകത്തില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടാൽ കുറച്ച് കാര്യം മനസ്സിലാവും. പിന്നെയോ തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ എന്താണ് സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായും. അപ്പൊ രാജസത്തിങ്കൽ നിന്ന്, രാജസം എന്ന് പറഞ്ഞാൽ രാജസഭാവം. ഈ ക്ഷത്രിയന്മാരെ കുറിച്ച് പറയുമ്പോൾ രാജസഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ബ്രാഹ്മണരെ കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ബ്രഹ്മത്തെ അറിഞ്ഞവനെന്നാണ് അതിന്റെ അർത്ഥം. പൂണൂൽ ധരിച്ചവൻ, വെളുത്ത നിറമുള്ളവൻ, അങ്ങനെയൊന്നും ഒരു അർത്ഥം ഇല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ. ആ നിരാകാര രൂപത്തിലുള്ള, സാകാര രൂപത്തിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ സാകാര രൂപത്തിൽ ഒരു രൂപത്തിലിരിക്കുന്ന അമ്മയെ പ്രപഞ്ചം മുഴുവനായിട്ട് കാണുന്നു. അപ്പൊ ഗുരുദേവൻ ദേവദശകത്തിൽ പറഞ്ഞതുപോലെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി എല്ലാം നീ തന്നെ അല്ലെ? അമ്മ അടുക്കളയിൽ കയറിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പോകുമ്പോൾ അമ്മ തന്നെ സ്വയം ചപ്പാത്തി മാവായി, അഗ്നിയായി, എണ്ണയായി, ഉപ്പായി, വെള്ളമായി, ചപ്പാത്തി പരത്തുന്ന ആ ഉപകരണങ്ങൾ സാമഗ്രികളായി അവസാനം ചപ്പാത്തിയായി മാറുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന മറ്റു മതങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ദൈവം ഇപ്പുറത്ത് ഇരിക്കുന്നു, ഈശ്വരൻ ഇപ്പുറത്ത് നിൽക്കുന്നു, അപ്പുറത്ത് സൃഷ്ടി നടക്കുന്നു. അതാണ് മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നത്. സെനറ്റിക് മതങ്ങളുടെ പ്രത്യേകത. നമ്മൾ അങ്ങനെയല്ല. സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് ഈശ്വരൻ സ്വയം കാണുന്നത് എന്തൊക്കെയാണ്? കടലായും കടലാണിയായും കായലായും കുന്നായും മലയായും മണ്ണായും മനുഷ്യനായും മൃഗമായും സർവ്വജന്തുക്കളായി മാറുന്നത് ആ പരബ്രഹ്മം തന്നെ എന്നുള്ള സത്യം നമുക്ക് പിന്നീട് കേൾക്കാൻ പറ്റും. ആത്മാവ് പരമാത്മാവ് എന്നുള്ള വ്യത്യാസമുണ്ടോ, വ്യത്യാസമില്ലേ, അങ്ങനെ വിചാരിക്കുന്നത് എന്താണ് എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോ സാത്വികത്തിൽ നിന്ന് മനസ്സുണ്ടായി. ഈ സാത്വിക ഭാഗത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത്. സൂത്രരൂപകം ലിംഗം ഇവത്തിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് കുമാൻ ഉണ്ടായിരുന്നുകൾ. ആ വിരാട് പുരുഷൻ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷനുണ്ടല്ലോ, അത് ശരിക്കും ഈ സ്ഥൂലമായിട്ട്, സൂക്ഷ്മമുണ്ട്, സ്ഥൂലമുണ്ട്.
ശബ്ദ രൂപ രസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, പഞ്ചഭൂതങ്ങളുമായിട്ട് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം എന്ന് പറയാം. അതിന്റെ സൂക്ഷ്മമായ തന്മാത്രകൾ. അതിനെ സ്ഥൂലഭാവത്തിൽ കാണുമ്പോഴാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ഉണ്ട് എന്നാണ്. പിന്നെയോ പിന്നീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യ ദിവ്യ ജാതികൾ സ്ഥാപന ജംഗമൗഘപൂർണമായി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പിന്നീട് അതിന്റെ പടികളായിട്ട് ത്വന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ. ലോക സൃഷ്ടിക്ക് ബ്രഹ്മാവിന്റെ കാര്യം പറയാം, രജോ ഗുണത്തിലൂടെയാണ് എല്ലാ സൃഷ്ടികർമ്മങ്ങളും നടത്തിയത്. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുവാണ് സ്ഥിതിപാലകൻ. അപ്പൊ അവിടെ എന്താണ് സാത്വികമായിട്ടുള്ള സത്വം എന്ന് പറയുന്നത് സാത്വിക ഗുണം എന്നർത്ഥം. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാൻ ആ സൃഷ്ടിസ്ഥിതി സംഹാരാവസ്ഥയിൽ തമോ ഗുണം ഉണ്ടെങ്കിൽ പറ്റും. സാത്വിക ഗുണമുണ്ടെങ്കിൽ രജോ ഗുണമുണ്ടെങ്കിൽ അത് സാധ്യമല്ല. അവിടെ തമോ ഗുണമാണ് പ്രധാനമായിട്ടുള്ളത്. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയും നിത്യമംശിച്ചു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. സർവ്വതിനും സാക്ഷിയായിട്ട് ഒന്നേ ഉള്ളൂ, അത് ഈ ഭവാനാണ്, ഈ ഭഗവാൻ. ഇത് ആ പരമനായിട്ടുള്ള അല്ലെങ്കിൽ പരനായിട്ടുള്ള ആ പരബ്രഹ്മത്തെ കുറിച്ച് പറയുക. നിവൃത്തൻ, നീ എങ്ങനെയാണ് നിവൃത്തനാണ്? നിവൃത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മമതയില്ലാത്തവൻ, ഒന്നും ബാധിക്കാത്തവൻ, ഒന്നും ഏൽക്കാത്തവൻ എന്നാണ് പറയുക. ഒരു ബന്ധത്തിലും പെടാത്തവൻ. നമ്മളൊക്കെ ബന്ധം ഉണ്ട്, നമുക്കൊക്കെ ബന്ധം ഉണ്ടല്ലോ. നമ്മൾ ആ ബന്ധം എങ്ങനെയാണ്? ആദ്യത്തെ എന്റെ പരീക്ഷന്റെ കൊച്ചച്ഛന്റെ മോന്റെ മോന, അങ്ങനെ ബന്ധം പറഞ്ഞ് നമ്മളെല്ലാം ഈ ബന്ധനത്തിലാണ്, നമുക്ക് തിരിയാൻ പറ്റില്ല. ഒരുപാട് ബന്ധനത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് അതിനെ സംസാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവിതം അങ്ങനെയാണ്, ബന്ധനത്തിലാണ്. ഭഗവാൻ പക്ഷെ ആ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബന്ധനവും ഇല്ല. നിവൃത്തൻ, നിത്യൻ, ഏകൻ, അവ്യയനല്ലോ നാഥ. ഭഗവാനാണത്, നമ്മളങ്ങനല്ല. നമ്മള് അവ്യയനല്ല, നമുക്ക് മാറ്റം ഉണ്ടാവും, നമുക്ക് ക്ഷയം ഉണ്ടാവും. പക്ഷെ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു അല്ലെ, സദ്ഭാവങ്ങൾ ഉണ്ടാകുക, നിലനിൽക്കുക, വളരുക, മാറ്റമുണ്ടാകുക അല്ലെ, ക്ഷയിക്കുക, അവസാനം നശിക്കുക. ഈ 6 ഭാവങ്ങൾ നമുക്കുണ്ടാവും. മനുഷ്യനായതുകൊണ്ട് മറ്റെല്ലാം എന്ത് ജീവജാലങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ ഭഗവാന് മാത്രമേ ഈ ഷഡ്ഭാവങ്ങളുടെ ആ വികാര അവസ്ഥ ഉണ്ടാകുന്നു, നിർവികാരമായ അവസ്ഥ. ഭഗവാന്റെ നിർവികാരം എന്ന് പറയുന്നത് ഈ മാറ്റം ഉണ്ടാകാത്തതുകൊണ്ട് ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അതല്ല അതിന്റെ യഥാർത്ഥമായ അർത്ഥം. നിർവികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാറ്റമേ ഉണ്ടാകാത്ത ഭഗവാന്റെ അവസ്ഥയാണ്, നമ്മുടെ അവസ്ഥയല്ല. നിവൃത്തനാണ്, നിത്യനാണ്, ഏകനാണ്, പിന്നെയോ അവ്യയനാണ്. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായത്. ഈ സൃഷ്ടി നമ്മൾ കാണുന്നത് അല്ലെ, ശങ്കരാചാര്യ പറഞ്ഞു, എന്താ പറയുന്നത്? ഈ ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഉള്ളതല്ല. ജഗത്തെന്ന് ബ്രഹ്മസത്യം ജഗദ്വിദ്യ എന്ന് പറഞ്ഞതിന്റെ കാരണം ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യമായിട്ട്. മറ്റുള്ളതെല്ലാം നമ്മുടെ തോന്നലുകളാണ്, അതുണ്ടാവില്ല, അത് ഉള്ളതല്ല, നിലനിൽക്കുന്നതല്ല എന്നർത്ഥം. ഉണ്ട്, കെട്ടിടമുണ്ട് അല്ലെ, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നതല്ല എന്നാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. തന്മൂലം ഗുണവാനെ പോലെയായി ഭവാൻ ത്വന്മകാമായ 2 വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ വിദ്യയെന്തല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. കർമ്മയോഗി നിവൃത്തന്മാർ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്തിട്ടും ഈ കർമ്മം എന്നെ ബാധിക്കുന്നില്ല അല്ലെ. ഒരു കാര്യം ചെയ്തിട്ടും ഞാനില്ലായിരുന്നേ, കാണാമായിരുന്നു, അവിടെ അത് നടക്കത്തില്ലായിരുന്നു എന്നുള്ള ഭാവത്തോടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ശരിക്കും നമ്മളെ തിന്നുകയാണ്, നമ്മളെ ഭക്ഷിക്കുകയാണ്, നമ്മളതോടെ ഇല്ലാതാവുകയാണ് എന്നർത്ഥം. ഇവിടെ പറയുന്നത് ഭഗവത്ഗീതയിലടക്കം കർമ്മയോഗത്തിലൂടെ പറയുന്നത് നീ അത് ചെയ്യുക, നിന്റെ കർത്തവ്യം ചെയ്യുക. അർജുന, നീ യുദ്ധം ചെയ്യുക, നിന്റെ ഇപ്പോഴത്തെ കർത്തവ്യം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പുറത്ത് ദ്രോണാചാര്യനാണോ നിൽക്കുന്നത്, ഭീഷ്മാചാര്യനാണോ നിൽക്കുന്നത്, നിന്റെ സഹോദരങ്ങളാണോ, അമ്മാവന്മാരാണോ, അതല്ല പ്രശ്നം. ഈ സമയത്ത് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് നിന്റെ കർമ്മം. മറ്റുള്ളത് ഫലത്തെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടതെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ ഇവിടെ ശരിക്കും നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ചേങ്കിലയില് മഴത്തുള്ളി വീഴുമ്പോൾ അതിങ്ങനെ ഡാൻസ് കളിക്കില്ല, നൃത്തം ചെയ്യും. ആ ചേങ്കിലയുമായിട്ട് അതിനൊരു ബന്ധമില്ല, ചേങ്കിലയൊന്നും നനയ്ക്കുന്നില്ല. ഒരു വെള്ളിമുത്ത് പോലെ അത് കിടന്ന് ഓടിക്കളിക്കും. ഒരു ചെറുകാറ്റ് വരുമ്പോൾ ആ ചേങ്കിലയൊന്ന് താഴും, അപ്പൊ വെള്ളം ഒന്ന് പോകും. പക്ഷെ ആ വെള്ളം അവിടെ ഉണ്ടായിരുന്ന ജലം അവിടെ സ്പർശിച്ചതായിട്ട് നമുക്ക് തോന്നി എന്ന് പറയുന്ന പോലെ കർമ്മം ചെയ്യുമ്പോൾ ആ ഭാവത്തിൽ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, അമ്മയാണ്, ചട്ടുകമാണ് ഞാൻ അല്ലെ. ചട്ടുകത്തിന് പറയാൻ പറ്റുമോ ഞാനാണ് ഈ ദോശ, ഈ വീട്ടിലുള്ളവർക്കെല്ലാം ദോശ ചുട്ടുകയെന്നത് ഞാനാണെന്ന് പറയാൻ പറ്റുമോ? അമ്മയുടെ, ചേച്ചിയുടെ, ചേട്ടന്റെ ആരുടെയെങ്കിലും കൈ ഉണ്ടെങ്കിൽ മാത്രമേ അതിരിക്കാൻ പറ്റുകയുള്ളൂ.
അപ്പൊ ആ അമ്മയുടെ കൈയുണ്ട്, കൈയുള്ളത് കൊണ്ടാണ് ഞാനാകുന്ന ചട്ടുകൾ തിരിയുകയും മറിയുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചട്ടുകൾ അവിടെ കിടക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ബോധ്യമാണ് ശരിക്കും കർമ്മയോഗത്തെ വളരെ ലളിതമായി നമുക്ക് പറയാൻ പറ്റുക. ഇങ്ങനെയോ പിന്നെന്താ പറയാ, പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളും അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. നിവൃത്തന്മാരെ കുറിച്ച് പറഞ്ഞു. നിവൃത്തന്മാരാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നത് ഞാനല്ല, അമ്മ എന്നെ നിയോഗിച്ചു. അമ്മ കാരണമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ബോധ്യത്തോടെ അത് ചെയ്യുന്നു. ആ ബന്ധമില്ലാത്തതുകൊണ്ട് ബന്ധനവുമില്ല, അതിൽ കുടുങ്ങുന്നുമില്ല. ഞാൻ ചെയ്തു, ഞാൻ വിട്ടുപോയി, കാരണം എനിക്ക് അതുമായിട്ട് പിന്നെ ചിന്തയില്ല. ഞാൻ ചെയ്തു അല്ലെ. കൊടുമരം സമർപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ചോദ്യം എഴുതി വടക്കേ വീട്ടിൽ ഇന്നയാളുടെ വക അല്ലെ. അമ്മ വന്ന് നോക്കുമ്പോ, കൊടിയേറാൻ വന്നു അമ്മ നോക്കുമ്പോ അയാളുടെ വകയിൽ ഞാനിങ്ങനെ കയറിയിരിക്കും, ചിന്തിക്കത്തില്ലേ അമ്മ? അയാളുടെ വകയിൽ ഞാനെങ്ങനെ കയറിയിരിക്കാൻ ചിന്തിച്ചാൽ തീർന്നില്ലേ? അപ്പൊ അതുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ സമർപ്പണമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നർത്ഥം. അത് മനസ്സിലാക്കണം. ഇവിടെ ഈ പാദഭക്തന്മാരായിട്ടുള്ളവര് എന്താ ചെയ്യുന്നത്? അവര് വിദ്യാത്മകരാണ് എന്ന് പറഞ്ഞാൽ അവര് അറിവ് നേടുന്നവരാണ്. പാദത്തെയാണ് അവര് ശരണം, ദേവീ ശരണം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയാണ് ശരണം, അമ്മയല്ലാതെ മറ്റൊന്നില്ല എന്ന ഇന്നുകൂടി അതിനർത്ഥം. അവിടെ അത് എഴുതിയിട്ടില്ല, ദേവീ ശരണമെന്നേ എഴുതിയിട്ടു. ദേവീ ശരണം എന്നതിനർത്ഥം ആ അമ്മയല്ലാതെ മറ്റൊരു ശരണമില്ല. ദേവീ ശരണം എന്ന് പറഞ്ഞാൽ അമ്മയല്ലാതെ മറ്റൊരു ശരണമില്ല എന്നുള്ളത്. അമ്മയല്ലാതെ മറ്റൊരു ശരണമില്ലെന്നുള്ള ചിന്ത എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ അമ്മയുടെ ഭക്തനാണ്. ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ മകനോ മകളോ ആകണം അല്ലെ, എന്നാലും നമ്മള് ശരിക്കും ആ ബന്ധം പൂർണ്ണമാവുള്ളൂ. അമ്മയെന്ന് വിളിക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ മകനാവണം, അല്ലെങ്കിൽ എന്താണ് മകളാവണം. പക്ഷെ അമ്മയെ നമ്മൾ വിളിക്കുമ്പോൾ പൂർണ്ണമായ ആ സമർപ്പണം, ശരണാഗതി. എപ്പോഴാണോ അർജുനൻ ശരണാഗതി അടഞ്ഞത്, എനിക്കിനി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ അവസാനം പറഞ്ഞിട്ട് ഭഗവാന്റെ കാര്യം ശരണാഗതി, പൂർണ്ണ ശരണാഗതി അടഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ യഥാർത്ഥ വഴി കർമ്മഗതിയെ കുറിച്ച് ഭഗവത്ഗീതയുടെ ആ അമൃതം പകർന്നിട്ട് ആ സമയത്താണ്. അത്രയും നേരം ഭഗവാൻ കാത്തിരുന്നു. അതാണ് നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് വിറകല് വരുന്നു, എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ വിലാപങ്ങളായിരുന്നു, അർജുനന്റെ വിലാപമായിരുന്നു. അവസാനം ഭഗവാന്റെ മാറ്റം കൊണ്ട് പറഞ്ഞ് ഭഗവാനല്ലാതെ എനിക്ക് ആരുമില്ല. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് അതുണ്ടാവുന്നത്, അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല. നമ്മൾ വിചാരിക്കും അവരുണ്ട്, ഇവരുണ്ട്, മറ്റുള്ളവരുണ്ട്, ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇവരാരുമില്ല. ഇവർക്കാർക്കും ദുഃഖം ഉള്ളിലടക്കി നടക്കുന്ന ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? അസ്വസ്ഥതയായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത കൊടുക്കാൻ പറ്റുമോ? ഇവിടെയാണ് ശരണാഗതിയെ കുറിച്ച്. വേറൊരു ശരണമില്ല, ആശ്രയമില്ല, ആധാരമില്ല എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ പേരെന്താണ്? രാമായണത്തിൽ നമ്മൾ കേട്ടു. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ പേരെന്തായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അഗസ്ത്യ മഹർഷിയാണ്, വാൽമീകി മഹർഷിയല്ല. അപ്പൊ പറയുകയാണ്, തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. ആരാണോ ആ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവര്, മന്ത്രം ഉപാസിക്കുന്നവര്, രാമ 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 അല്ലേ? ആ രാമ എന്ന് പറഞ്ഞ രണ്ടക്ഷരം കൊണ്ട് ഒരു കാട്ടാളൻ, ആ കാട്ടാളനെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്തി. രാമയെന്ന് മന്ത്രിച്ച് അവസാനം ആ കാട്ടാളന്, രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ അവസാനം എവിടെ എത്താൻ പറ്റി? വാൽമീകി മഹിഷിയായി ലോകം മുഴുവൻ അറിയപ്പെടുക മാത്രമല്ല അല്ലെ, നിത്യപാരായണത്തിൽ ജയിക്കുന്ന ആ
ഒരു രാമായണത്തിന്റെ കർത്താവായി മാറാൻ, ആദ്യ കവിയായി മാറാനൊക്കെ സാധിച്ചു. ആർക്കാ? ഒരു കാട്ടാളൻ. അപ്പൊ എന്തുകൊണ്ടാണ്? രാമശബ്ദത്തിന്റെ പ്രാധാന്യമാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. രാമശബ്ദം എന്ന് പറഞ്ഞാൽ സഹസ്രനാമ തത്തുല്യം എന്നാ പറയുന്നത്. സഹസ്രനാമത്തിന് തുല്യമാണ്. ഇടയ്ക്കെങ്കിലും ഒരു രാമ ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നത് ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാൽ. അപ്പൊ ആ രാമനാമത്തിലൂടെ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് വിദ്യ ലഭിക്കും. അല്ലാത്തവർക്ക് 100,000 ജന്മം എടുത്താലും ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും. ഒരു മാറ്റം ഉണ്ടായില്ല. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൻ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കില്ല. സ്വപ്നം കാണാം, പക്ഷെ സ്വപ്നത്തിൽ പോലും ആ മോക്ഷം ലഭിക്കില്ല. അതിനെന്ത് വേണം? നമ്മുടെ ആ നാമജപം പ്രധാനമാണ്, ഉപാസന പ്രധാനമാണ്, ഭക്തി ഉള്ളിലുണ്ടാവണം. പുറത്ത് കാണിക്കണമൊക്കെ കുറെ ചന്ദനൊക്കെ വാരി തേച്ച്, കുങ്കുമൊക്കെ തേച്ച്, ഭസ്മൊക്കെ തേച്ച് രൂപത്തിൽ നമുക്ക് അങ്ങനെ ആകാം, ഭക്തനാണ്. പക്ഷെ അത് ഒരിക്കലും ഉള്ളിലുണ്ടാവില്ല. ഉള്ളിലുണ്ടാവണം. മന്ത്രം ജപിച്ച് ഉപാസനയിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. നമ്മുടെ ചോദ്യം ഒരിക്കലും കൂടി പറയാം. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ പേര് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു? ചിന്തിക്കിൽ സാരം കിറ്റിൽ ചൊല്ലുവന്തരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാന്ന ജ്ഞാനവും ഭക്തന്മാർക്കായി. ഇപ്പൊ പറയാണ് എന്താണ് സാധുക്കളുടെ പ്രത്യേകത. ഇപ്പൊ രാമൻ വന്നപ്പോൾ രാമൻ ഭരദ്വാജനെ കണ്ടു, അത്രി മഹർഷിയെ കണ്ടു. അങ്ങനെ ഒരുപാട് എവിടെയെങ്കിലും ഒരുമാരുണ്ടോ ആ കാടിന് അകത്ത് രാക്ഷസന്മാരെയൊക്കെ പേടിച്ച് കഴിയുന്ന കുറെ പേരുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടു, നിരാതവധം കണ്ടു അല്ലെ. അതിനുശേഷം ആ മുനിമണ്ഡലം, മുനി മഹാമണ്ഡലത്തിൽ എത്തിയ രാമൻ നോക്കിയപ്പോൾ അവിടെ ഒരു കുന്നുപോലെ കിടക്കുകയാണ്. എന്താ? അസ്ഥിയാണ്. പിന്നെ എന്താ? തലയോട്ടിയാണ്. എന്ത് സംഭവിച്ചതാണ്? മുനിമാരെയൊക്കെ ഈ രാക്ഷസന്മാർ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ് കുന്നുപോലെ അവിടെ കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഈ സത്സംഗം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഇവരുമായി ത്രികാലജ്ഞാനികളായ ഈ തപസ്വികളുമായുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ആ സ്ഥാനത്ത് അതേ നിലയിൽ ഉയർന്ന അതേ തലത്തിലുള്ളവരുമായിട്ടുള്ള ബന്ധം, സംബന്ധം അത് നമ്മളെ ഉയർത്തുമെന്നാണ് പറയുന്നത്. സാധുക്കളാകുന്നത് സമചിത്തന്മാരുടെ, അവർക്ക് സമചിത്തത അല്ലെ, സമചിത്തത പാലിക്കുക എന്ന് പറയും. ദുഃഖം വന്നാലും സുഖം വന്നാലും അവർക്കറിയാം സുഖം വന്നാൽ ഇത്രയേ ഉള്ളൂ, ഇന്ന് ചിരിക്കും നാളെ കരയും എന്നറിയാം. അതുകൊണ്ട് ചിരിക്കാൻ പോകില്ല. നമ്മളെ പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ച് അപ്പോഴ അടുത്ത ഒരു ദുഃഖവാർത്ത കഴിയോ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ സുഖം വന്നാലും ശരി, ദുഃഖം വന്നാലും ശരി, ഏതായാലും രാത്രിയായാലും പകലായാലും എന്ന് പറയുന്നത് പോലെ സുഖം വന്നാലും ദുഃഖം വന്നാലും മാനസിക ഭാവത്തിൽ ഒരു മാറ്റമില്ല. നമ്മുടെ മനോഭാവമാണ് സുഖം സന്തോഷം, അത് ദുഃഖം വന്നാലും ശരി അപ്പോഴും സന്തോഷം. ആ ഒരു മാനസിക ഭാവത്തിലേക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. ഇനിയോ ഇഷ്ടാനിഷ്ട പ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഖ്യന്മാരുമായി സന്യസ്ത കർമാക്കളായി ദുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം യോഗാന്തം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തി ശമതമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാവുമ്പോൾ വേദാന്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒറ്റ വാക്കില് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് 3-4 വരികളിൽ പറയുന്നത്. നമ്മുടെ മനോനിയന്ത്രണം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അതാണ് ആ കടിഞ്ഞാണാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. പലരും മനസ്സിനെ നിയന്ത്രിക്കുക, അത് പറ്റുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാം. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കണം എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളൊക്കെ ഈ ബാഹ്യലോകത്തേക്ക് തുറന്നു വെച്ചിരിക്കുക. കണ്ണ്, മൂക്ക് അല്ലെ, കാത്, ഇതെല്ലാം ബാഹ്യലോകത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കും? കാന്തം എങ്ങനെയാണ് ഇരുട്ടിനെ ആകർഷിക്കുന്നത്, അതേപോലെ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാൽ അത് നമ്മളെ ആകർഷിക്കും അല്ലെ. കേൾവി, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഇതൊക്കെ നമ്മുടെ അല്ലെ, മണം ഉണ്ടായാൽ, ഗന്ധം ഉണ്ടായാൽ അല്ലെ, നല്ല ഭക്ഷണം അല്ലെ, ഇങ്ങനെ പറയും നമ്മള്. അപ്പൊ ഇതെല്ലാം നമ്മളെ ബാഹ്യമായി തുറന്നു വെച്ചിരിക്കുന്ന കാത്, കണ്ണ്, ഇതിലേക്ക് ത്വക്കിലേക്ക്, നമ്മുടെ ത്വക്കിലേക്ക് സ്പർശം, ഇതെല്ലാം നേരത്തെ പറഞ്ഞ ശബ്ദ, രൂപ, രസ, ഗന്ധം, ഇത് നമ്മളെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ആരോ എപ്പോഴാണ് ഉണ്ടാവുക? സാധുക്കളുമായി സംഘം ഉണ്ടാകുമ്പോൾ, സാധുക്കളുമായി ബന്ധമുണ്ടാകുമ്പോഴാണ് അത് നമുക്ക് ഉണ്ടാവുക. ചേരസിവൽ കഥാശ്രവണേ രതിയുമുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും.
ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനവും ഉണ്ടായി വരും. വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമവായിക്കും. രാഘവ സദാ ഭവിക്കേണമേതയാനിധി തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾ പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ഇത്രയും ശ്രേഷ്ഠന നേരത്തെ പറഞ്ഞു. ഈ അഗസ്ത്യ മഹർഷി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം വായിക്കുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് സംഭവങ്ങൾ സൂചിച്ചത്. അത്രമാത്രം ശ്രേഷ്ഠനായ ആ അഗസ്ത്യ മഹർഷി, ആ അഗസ്ത്യ മഹർഷിയുടെ ശരിക്കും പറഞ്ഞാല് അഗസ്ത്യ മഹർഷിയുടെ ഒരു മനസ്സ്, രാമനുള്ള ഒരു മനസ്സെന്താണ് അതിവിടെ കേൾക്കാം. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നുമൽ ക്രതുക്കളും ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തിയാളാണ് ക്രതുക്കൾ. ആ ക്രതുക്കൾ യാഗം നടത്തിയ അതിന്റെ ഫലം എനിക്ക് ഇന്നാണ് ലഭിച്ചത്. അല്ലെ, കുട്ടികൾ പഠിച്ചു 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 അവസാന പരീക്ഷയ്ക്ക് A+, എല്ലാത്തിനും A+, അല്ലെ, അല്ലെങ്കിൽ റാങ്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഫലത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അല്ലെ, കുറെ കാലമായി ചെയ്ത തപസ്സിന്റെ യാഗങ്ങളുടെ അതിന്റെ എല്ലാം ഫലം ഇന്ന് ലഭിച്ചു. എന്തുകൊണ്ടാ? ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും. എന്റെ കണ്ണ് സഫലമായി നിന്ന ഇതുവരെയുള്ള കാഴ്ചകളൊന്നും എനിക്ക് വേണ്ടതായ കാഴ്ചകളായിരുന്നു. ഇന്ന് ഞാൻ കാണേണ്ടതിനെ കണ്ടു. ശ്രീരാമചന്ദ്രദേവൻ എന്ന പരമാത്മാവിനെ എനിക്ക് മുന്നിൽ കാണാൻ പറ്റിയതുകൊണ്ട് അഗസ്ത്യ പറയുകയാണ്, ഇന്നാണ് എന്റെ കണ്ണുപോലും ആ സാഫല്യത്തിൽ എത്തിയത്. ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും. സീതയാസാർത്ഥം കൃതി വസിക്ക സദാഭവൻ സീതാ വല്ലഭ ജഗന്നായകദാശരേ. എന്നിട്ട് അഗസ്ത്യ മഹർഷി, ഇങ്ങനെയൊക്കെയുള്ള അഗസ്ത്യ മഹർഷിയുടെ ഒരു പ്രാർത്ഥന, അത് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് നന്മയുണ്ടാകും. അഗസ്ത്യ മഹർഷിക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. ഈ അഗസ്ത്യ സ്തുതിയിൽ പറയുന്ന 4 വരി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. അടുത്ത തവണ നമ്മൾ ഇവിടെ ഈ രാമായണ മാസത്തിൽ വന്നിരിക്കുമ്പോൾ ആ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. എന്താണത്? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുരേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുരേ. ദയ, എല്ലാവരിലും ദയ നിറയ്ക്കുന്നവനെ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവനെ നീ എപ്പോഴും എപ്പോഴൊക്കെയാണോ അല്ലെ എന്റെ മനസ്സ് ആ സമയമൊക്കെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും സദാസമയം സദാശിവൻ എന്ന് സദാശിവമായിട്ടിരിക്കുന്നവൻ, സദാ മംഗളസ്വരൂപിയായിരിക്കുന്നതുകൊണ്ടാണ് സദാശിവൻ എന്ന് പറയുന്നത്. അതേപോലെ എപ്പോഴും സദാസമയവും എന്റെ മനസ്സിൽ, എന്റെ ഇരിപ്പിൽ, എന്റെ നടപ്പിൽ, ഞാൻ സംസാരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നീ ആ ഭഗവത് രൂപം എന്റെ മനസ്സിൽ വിളങ്ങണേ എന്ന് പറയാം. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ശാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിശനായി പിന്നെയും അരുൾ ചെയ്തു. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ആവർത്തിച്ചിരുന്ന ഒരു വാക്ക് വൃത്രാരി എന്ന് പറയുന്ന ഒരു വാക്കായിരുന്നു. ആ വാക്ക് മാറിയിപ്പോ വൃത്രാരി. വൃത്രന്റെ അരി, അരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ജയ സുലേഖ അതല്ല, അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. വൃത്രാരി എന്ന് പറഞ്ഞാൽ വൃത്രന്റെ ശത്രുവായിട്ടുള്ളവൻ ഇന്ദ്രനാണ്. ഇവിടെ ഇന്ദ്രന് മറ്റൊരു പേര് എഴുത്തച്ഛൻ പറഞ്ഞു തരികയാണ്, ജംബാരി. ജംബൻ എന്ന് പറയുന്നിട്ടുള്ള ആ ജംബൻ എന്ന് പറഞ്ഞ ഒരു അസുരനായിരുന്നു. ആ അസുരന്റെ ശത്രുവായിട്ടുള്ളവൻ, ഗ്രഹിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ദേവേന്ദ്രൻ എന്നാണ്. അപ്പൊ ജംബാരി എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവേന്ദ്രൻ. ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം. നേരത്തെ അഗസ്ത്യ മഹർഷിക്ക് സാക്ഷാൽ ദേവേന്ദ്രൻ സമ്മാനിച്ച വില്ല്, അമ്പ്, വാള് തുടങ്ങിയിട്ടുള്ള ഏറ്റവും ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ എത്തിയെന്നാണ് നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്. ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവും ഒരു നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞത്. ഇവിടെ ഇതാ അദ്ദേഹം തനിക്ക് കിട്ടിയത് മുഴുവൻ, പരശുരാമൻ എങ്ങനെയാണോ തനിക്ക് കിട്ടിയ സർവ തേജസ് സമർപ്പിച്ചത്, ആ ശരഭങ്കൻ എങ്ങനെയാണോ തന്റെ തേജസ് മുഴുവൻ പകർന്നൊഴുക്കിയത്, അതേപോലെ ഇതാ തന്റെ കയ്യിലുള്ള വിലപ്പെട്ട ആയുധങ്ങൾ അഗസ്ത്യ മഹർഷിയാണ് സമ്മാനിക്കുന്നത് രാമന് പകർന്നു. ഭൂഭാരഭൂതമായ രാക്ഷസമക്ഷം നിന്നാൽ ഭൂപദേവിനിഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ ഈ മായയോടും രാക്ഷസവധത്തിനായി മധ്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവഴി ഗൗതമതീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്കുപോയി ശേഷമുള്ള
ഉള്ളൊരു കാലം അനുഗ്രഹിക്കുക, അനുഗ്രഹിച്ചു വിടുക. ഇതിൽ പോവുക, ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് പോവുക. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അല്ലെ, ഒരുപാട് യാത്ര. പക്ഷെ സമയമായിട്ടില്ല. കാരണം എന്താ, നാരദ മഹർഷി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരദ മഹർഷി സംസാരിച്ചു, മറന്നു പോകരുത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേവനിയോഗം അനുസരിച്ചാണ് മനുഷ്യപുത്രനായി, ദശരഥപുത്രനായി പിറന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാരബ്ധ കർമ്മങ്ങൾ തീരണം. രാവണന്റെ പ്രാരബ്ധകർമ്മം തീരണം. അതിന് 13 വർഷം കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് 13 വർഷം കാട്ടിലൂടെ നടക്കുന്നത്. അത് വെറുതെ അല്ല. ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ പദ്ധതി. അതിനെക്കുറിച്ച് പറയാൻ നമ്മളാരും അല്ലെ, നമുക്കറിയില്ല. നമുക്കറിയാത്തതുകൊണ്ട് പലരും തിരിച്ചും പറഞ്ഞു നടക്കുന്നു. രാമായണം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് അല്ലെ. സ്വയം കത്തിക്കേണ്ടവരാണ് ഇത് പറഞ്ഞു നടക്കുന്നുള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ അഗസ്ത്യ മഹർഷി അനുഗ്രഹിച്ച് വിടുകയാണ് ഗൗതമി തീരെ. ആ ഗൗതമി, ആ നദിയുടെ തീരത്തില് നല്ലൊരാശ്രമം ചമച്ചത്, അവിടെ താമസിക്കുക, അവിടെ പഞ്ചവടിയിലേക്ക് എത്തുക. ചിത്രകൂട പർവ്വതമായിരുന്നു നേരത്തെ അല്ലെ. ആ ചിത്രകൂട പർവ്വതമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ശേഷം ആ പഞ്ചവടി തീരത്തിലേക്ക് വന്ന് താമസിക്കണം. കുറെ കാലം അവിടെ കഴിയാനായിട്ട് അനുഗ്രഹിക്കുകയാണ്. പിന്നെയോ അദ്ദേഹം ഒപ്പം തന്നെ ഞാൻ പരമാത്മാവാണല്ലേ, പരമാത്മാവാണ്, വിഷ്ണുവാണ്, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടെന്താ, ആരെയും ബഹുമാനിക്കേണ്ട, അങ്ങനെയല്ല. സാഷ്ടാംഗം വീണ് ദണ്ഡ നമസ്കാരം ചെയ്യുക. അഗസ്ത്യ മഹർഷിയുടെ വിവാദങ്ങളിൽ വേണ്ട നമസ്കരിക്കും. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നേരം. അങ്ങനെ അവര് യാത്ര തുടർന്നു. അടുത്തത് ജടായു സംഗമത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അഗ്നിശൃംഖാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ രക്ഷസാം പ്രകരണി കിടക്കുന്നതു മുനി ഭക്ഷകനിവനി കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തമ്മീടുനി ഭീതിയുമുണ്ടാവല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ഒരു എന്താണ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭീകര സത്വത്തെ, രൂപത്തെ കണ്ടു യാത്ര തുടങ്ങിയപ്പോൾ. പെട്ടെന്ന് രാമൻ പറഞ്ഞു, ആ വില്ലിങ് തരും. നേരത്തെ വില്ലു രാമൻ ആരുടെ കയ്യിലാണ്? ലക്ഷ്മണന്റെ കയ്യിൽ എത്തിച്ചു. അപ്പൊ ആ വില്ലിങ് വാങ്ങുക, പറയുക, ആവശ്യപ്പെടുക, ആ വില്ലിങ് തരൂ. കണ്ടില്ലേ, ഇവനായിരിക്കണം എന്ത് ചെയ്തത്? വില്ലിങ് തമ്മിലും നീ ഭീതി ഉണ്ടാകില്ല എന്ന് പറയുക. ഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ? ഇവനായിരിക്കും. നേരത്തെ മുനിമാര് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള മുനിമാരെ മുഴുവൻ രാക്ഷസന്മാരെ തിന്നു തീരുകയാണെന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പെട്ടെന്ന് അത് ഓർത്തിട്ട് പറയാണ്, ഇവനെ ഇപ്പൊ തന്നെ കൊല്ലാം. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചെന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചെന്നാൻ വദ്യനല്ലഹം. ഞാൻ വദ്യനല്ല, എന്നെ കൊല്ലേണ്ടവനല്ല, ഞാൻ വദ്യനല്ലഹം, എന്നെ കൊല്ലേണ്ടതില്ല. കാരണം എന്താ? അവതാതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും പിതാവിന്റെ കുട്ടിക്കാലത്തെയുള്ള സുഹൃത്താണ് ഞാൻ എന്ന് ആ പക്ഷി പറയുകയാണ്. എന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ അന്ധര്യനല്ല ഭവവർദ്ധനാം ജടായു. ഞാൻ ജടായുവാണ്, അതുകൊണ്ട് ഒരിക്കലും എന്നെ കൊല്ലേണ്ടതില്ല. അങ്ങയുടെ പിതാവിന്റെ പോലും നേരത്തെയുള്ള സുഹൃത്താണ് ഞാൻ. അങ്ങയ്ക്കും വേണ്ടി നന്മ ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നതിനെ പറ്റി സംസാരിച്ചു. എന്നിവ കേട്ടു സ്നേഹം കൊണ്ടു നാളെ നന്നായി ആശ്ലേഷം ചെയ്തു. ജടായുവിനെ ഞാൻ എന്തിനാണ് ആശ്ലേഷിക്കുന്നത് അല്ലെ? രാമനെല്ലാം ഒന്നുപോലെ തന്നെ അല്ലെ. എങ്ങനെയാണ് ബുധനെ ആശ്ലേഷിച്ചത്, അതേപോലെ തന്നെ എല്ലാരെയും ആശ്ലേഷിക്കുന്നത് എങ്ങനെയാണ് ഭക്തനെ എന്ന് പറയുന്ന പോലെ ആ ജടായുവിനെ ആശ്ലേഷിച്ചു. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്കനി സങ്കടമിനിയൊന്നു കൊണ്ടു നേരില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം ഭീകരപ്രവരനായി വാഴുക നേരി ഭവിച്ചു. എന്നാൽ ഞാൻ നിന്നെ സംശയിച്ചില്ലേ, കഷ്ടമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താ? എന്റെ സുഹൃത്തല്ല, എന്റെ പിതാവിന്റെ സുഹൃത്ത്. അപ്പൊ ആ പിതൃതുല്യനായി ഞാൻ കാണേണ്ട ആളല്ലേ എന്ന് സ്വയം പശ്ചാത്താപ വിരുദ്ധനായി സംസാരിക്കുന്ന രാമനെ നമുക്ക് അവിടെ കാണാം. എത്രമാത്രം പെരുമാറ്റത്തില്, വാക്കില് അല്ലെ, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് മര്യാദ പുരുഷോത്തം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാമനെ മര്യാദാ പുരുഷോത്തം. എവിടെയും മര്യാദ കേട് മാത്രം കാരണം നമ്മുടെ നാട്ടില് മര്യാദാ പുരുഷോത്തമൻ ഒരാളുണ്ട്. ആ രാമനെയാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കിങ്കരപ്രവരനായി വാഴുക. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുക? എന്റെ ദാസന്മാരിൽ ശ്രേഷ്ഠനായിട്ട് ഇവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പഞ്ചവടിയിലേക്ക് പ്രവേശിച്ചു. എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിയത് പഞ്ചവടി തന്നെയമ്മ സീത ലക്ഷ്മണ സമേതനായി പർണശാലയിൽ തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കി ഞാൻ പട്ട് മെത്തയിൽ കിടന്നിരുന്ന സീതാദേവിക്ക് അല്ലെ അവിടെ കിടക്കാനായിട്ട് വെറും കരിയിലകളാണുള്ളത്.
അവിടെ എന്ത് ചെയ്തു? ആ പഞ്ചവടി പ്രവേശിച്ചിട്ട് അവിടെ ഒരു തൽപ്പം ഈ ഇലകളൊക്കെ കൊണ്ടൊരു മെത്ത പോലെയൊക്കെ ഉണ്ടാക്കി ലക്ഷ്മണൻ അതൊക്കെ തീർത്തു. ഉത്തമഗംഗാ നദി ഉത്തരതീരെ പുരുഷോത്തമൻ വസിച്ചത് ജാനകി ദേവിയോട് ഉത്തമമായിട്ടുള്ള ഗംഗാ നദിയുടെ വടക്കേ തീരത്താണ് ഈ ആശ്രമം നിർമ്മിച്ചത്. കദളി പനസാമ്രാധ്യാഖില ഫല വൃക്ഷാമൃത കാനനെ ജനസംബോധ വിവർജിത. അവിടെ ജനങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു, കാടല്ലേ, കാട്ടിൽ ജനങ്ങളൊന്നും അധികം താമസിച്ചു. പക്ഷെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ പറയുന്ന എന്താണ്, പ്ലാവ് ഉണ്ടായിരുന്നു, വാഴ ഉണ്ടായിരുന്നു, മാവ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ കഴിയേ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ അവിടെ സീതാദേവിയോടൊപ്പം എങ്ങനെയാണോ രാജകൊട്ടാരത്തിൽ അയോധ്യയിൽ രാമൻ കഴിഞ്ഞത്, ജീവിച്ചത്, താമസിച്ചത്, അതേപോലെ ആ കാട്ടിൽ, അതാണ് ആ കൊട്ടാരത്തെയും കാടിനെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ്. അതാണ് ഇവിടെ പറയുന്നത്. പല മൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നീടും ഭക്തിയോടെ പറയാണ്. ലക്ഷ്മണന് ഉറക്കമില്ല. കാരണം എന്താ? സീതാദേവിയെയും രാമനെയും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. ഇറങ്ങാൻ നേരത്തെ പറഞ്ഞിരുന്നു, സുമിത്രാദേവി പറഞ്ഞിരുന്നു അല്ലെ, ആരാണ്? രാമൻ നിന്റെ ജ്യേഷ്ഠനല്ല, രാമൻ നിന്റെ പിതാവാണ്. രാമം ദശരഥം കിട്ടി മാം വൃത്തി ജനകാത്മജ അയോധ്യ അടങ്ങി കിട്ടി. ദശരഥൻ എന്ന് പറയുന്നത് ആ പിതാവാണ്. ഈ രാമനെന്ന് മനസ്സിലാക്കണം നീ. ഞാനാണ്, അല്ലെങ്കിൽ എന്നെ പോലെ കാണണം സീതാദേവിയെ. കാടെന്ന് പറഞ്ഞാൽ നിനക്ക് അയോധ്യയാവണം. അയോധ്യ ആ കൊട്ടാരത്തിൽ എങ്ങനെയാണോ കഴിയുന്നത് എന്നുള്ള ആ ഒരു സ്മൃതിയോടെ നീ കാട്ടിൽ ഉള്ളില് കഴിയണമെന്ന് സുമിത്രാദേവി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് എല്ലാ രീതിയിലും എന്താ പറയണ്ടേ, സൗമിത്രി എന്ന് വിളിക്കണം. സുമിത്രാദേവിയുടെ തന്നെ പുത്രൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ദശരഥന്റെ പുത്രൻ എന്നല്ല, സുമിത്രാദേവി ഒരുപാട് ഗുണഗണങ്ങളോടുകൂടിയാണ് അല്ലെ. രാമൻ വിളിക്കുമ്പോൾ തന്നെ ലക്ഷ്മണോപദേശ വേളയിൽ വിളിക്കുന്നത് വത്സ സൗമിത്രേ എന്നാണ് വിളിക്കുന്നത്. വത്സല്യം നിറഞ്ഞവനെ, ആ സുമിത്രാദേവിയുടെ പ്രിയ പുത്രനായിട്ടുള്ളവനെ, എന്നിട്ടാണ് ഇതിനെ കുമാര മകനെ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോ ലക്ഷ്മണൻ നേരത്തെ ഒരു ഉപദേശം ലക്ഷ്മണന് കൊടുത്തു. അതാണ് ഇപ്പൊ നമ്മള് സാന്ദർഭികമായി പറഞ്ഞത് അല്ലെ. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വേണ്ടി എന്നുള്ള വാക്കുകൾ അവിടെയാണ് ജീവിതത്തിന്റെ തത്വശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനി, അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരുപാട് ഉയർന്നു, തന്റെ വ്യക്തിത്വത്തിൽ നിന്ന്, തന്റെ ആ കോപാഗ്നിയിൽ നിന്ന് ഒരുപാട് മാറി, ഒരുപാട് ശാന്തചിത്തനായി മാറിയ ലക്ഷ്മണസ്വാമി ഇവിടെ രാമനോട് പറയുകയാണ്. ലക്ഷ്മണൻ ഒരു ദിനമേഘാന്തേ രാമദേവൻ തൃക്കടൽ കൂട്ടിനായി ചൊന്നൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും. എന്റെ അജ്ഞാനം എപ്പോഴാണോ എന്റെ ഉള്ളിൽ അജ്ഞാനമുണ്ട്, അജ്ഞാനമാകുന്ന അന്ധകാരം എന്നിൽ വേവുന്നുണ്ടെന്ന് എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പൊ പിന്നെ അവൻ ജ്ഞാനിയായി മാറും. അപ്പോഴാണ് അവൻ ഭക്തനാവുന്നത്. എന്റെ ഉള്ളിൽ അറിവില്ലായ്മയുണ്ടെന്ന് ആരാണോ തിരിച്ചറിയുന്നത് അവൻ ജ്ഞാനി, അപ്പൊ തന്നെ ജ്ഞാനിയായി. കാരണം അവൻ തിരിച്ചറിയും. നമ്മള് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വലിയ ജ്ഞാനിയാണ്, എനിക്ക് എന്തൊക്കെ ബിരുദങ്ങളാണുള്ളത്, ഞാൻ എത്ര വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ളയാള്, അങ്ങനെയൊക്കെ വിചാരിച്ച് ഈ എന്താ പറയണ്ടേ അജ്ഞാനത്തെ അറിവാക്കി കൊണ്ട് നടക്കുന്നവരാണ്. ഇവിടെ ലക്ഷ്മണൻ ജ്ഞാനിയാകാൻ പോകുന്നു. കാരണം എന്താ? സ്വയം തിരിച്ചറിയുന്നു എന്റെ ഉള്ളിൽ അജ്ഞാനമുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഭക്തനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്റെ അറിവില്ലായ്മയെ ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് അറിവുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ലക്ഷ്മണൻ അത് രണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യം ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ ചെയ്തി. എന്റെ ഉള്ളിലെ ആനന്ദം വരും പോലെ എന്തൊക്കെ പറയണം? ജ്ഞാനത്തെ കുറിച്ച് പറയണം, വിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു തരണം, ഭക്തി എന്താണെന്ന് പറഞ്ഞു തരണം, വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും, ഇതെല്ലാം ഈ ചിഹ്നമെല്ലാം ഇതിനെ കുറിച്ച് ആശയങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരണം എന്ന് ചോദിക്കുക. ആരും എന്തിരുവഴി ഒഴിഞ്ഞേ ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലം. ഈ ഭൂമുഖത്ത് നീയല്ലാതെ മറ്റൊരാളില്ല എനിക്ക് ചോദിക്കാൻ, പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കും. അപ്പൊ അതത്ര കൃത്യമാണ്. എങ്ങനെയാണോ പാർവതി ദേവി ശിവഭഗവാനോട് ചോദിച്ചത്, കാരുണ്യം എന്നെ കുറിച്ച് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിക്കണം, ആ കാരുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ നിന്നെ പോലെ ഇതുവരെ എന്നോട് ആരും അത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ആനന്ദത്തോടെ ഞാൻ പറയുന്നു ശിവഭഗവാൻ പറഞ്ഞ പോലെ. ഇവിടെ രാമൻ അതേക്കുറിച്ച് വളരെ ആനന്ദത്തോടെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറുണ്ട്. ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടെ ആനന്ദം അരുൾ ചെയ്തു വഴി പോലെ കേട്ടാലെങ്കിലും അതിതുല്യമാം ഉപദേശം കേട്ടോളം തീർന്നു കൂടും വികല്പഭ്രമമല്ല. ഇത് അതീവ രഹസ്യം.
രഹസ്യം എന്ന് പറയുമ്പോൾ ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത് എന്നർത്ഥമല്ല, ഇത് എല്ലാവരോടും പറയാനുള്ളതല്ല. മനസ്സിലല്ലേ? അവിടെ ജംഗ്ഷനിരിക്കുന്നവർ അവരെല്ലാവരും ഇങ്ങനെ ഇത് കേട്ടു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കേൾക്കുക ആരാണോ ഇത് അർത്ഥിച്ചു വരുന്നവര്. പാർവതി ദേവി ചോദിക്കാൻ തയ്യാറായി ആ കാലത്ത് വീണപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആർക്കാണ് ജിജ്ഞാസ ഉണ്ടാവുന്നത്? ഈ ഭക്തിയെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം ആർക്കാണ് ഉണ്ടാവുക? അവർക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ ഈ ലക്ഷ്മണന് ആ ഒരു ജിജ്ഞാസ ഉണ്ടായി. ഭഗവാൻ അതേക്കുറിച്ച് വിശദീകരിച്ച് കേട്ടാലും എങ്കിൽ വളരെ രഹസ്യമായി ആരാണോ കേൾക്കേണ്ടത്, ആരാണോ കേൾക്കാൻ അർഹനായിട്ടുള്ളത്, ആരാണോ അതിന് അധികാരിയായിട്ടുള്ളത് അവരോടെ പറയാം. എല്ലാവരോടും പറഞ്ഞ് ഒരു മൈക്ക് കെട്ടിപിടിച്ച് അങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അപ്പോട് പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം മായയെ കുറിച്ച് പറയാം, പിന്നീട് ഞാൻ എന്ത് പറയാം, ജ്ഞാനത്തെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊല്ലൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാ സംബന്ധം ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഞാൻ പറയാണ്, എപ്പോഴാണോ ആ പരമാത്മാവിനെ അറിയുന്നത് അപ്പോൾ മായയുമായി ബന്ധപ്പെട്ട സർവ്വബന്ധങ്ങളും ഇല്ലാതാകും. അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തരാകുമെന്ന് പറയാം. മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം. രാമായണം നമ്മൾ കേൾക്കണമെന്ന് രാമായണം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രേ മായയാകുന്നത് നിർണയമതിനാലെ കാര്യസംബന്ധമാകും സംസാരം ഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകുന്നത്, അസ്വസ്ഥത ഉണ്ടാകുന്നത്, അനിശ്ചിതത്വത്തിലേക്ക് നമ്മൾ പോകുന്നത്, ജീവിതം വെല്ലുവിളിയാകുന്നത്? എന്തുകൊണ്ടാണ്? പ്രതിസന്ധികൾ തീർക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കുന്നു ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, ഈ കാണുന്നതെല്ലാം ആത്മാവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ആത്മാവല്ലാത്ത വസ്തുക്കളെ ആത്മാവാണെന്നതിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ആത്മാവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കായസംബന്ധം, ശരീര സംബന്ധമായിട്ട് നമുക്ക് ഈ ജീവിതം വീണ്ടും വീണ്ടും ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായറിക സൗമിത്രേണി. വിക്ഷേപം, ആവരണം, അതായത് ഒരു വസ്തുവിനെ കാണുമ്പോൾ അതല്ലാതെ മനസ്സിലാക്കുക, ഒരു വസ്തുവിനെ കാണുമ്പോൾ അതല്ലെന്ന് മനസ്സിലാക്കുക, പിന്നെ വേറൊന്നാണെന്ന് തെറ്റിദ്ധരിക്കുക. അത് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ മാറ്റമാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്, മായാ കൽപ്പിതം പരമാത്മനി വിശ്വമേടോ മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്ന് തോന്നിക്കുന്നു. രജ്ജു കണ്ടെത്തെങ്കിലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കും ഏതുമൊന്നില്ലല്ലോ. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. രാത്രിയിൽ നടന്നു പോകുമ്പോൾ ഇരുട്ടുള്ള വഴിയാണ്, ഇടവഴിയാണ്, വീട്ടിലെത്തിയിട്ടില്ല, ഇരുട്ടായതുകൊണ്ട് മനസ്സിലാകുന്നില്ല. കാലിലെന്ത് ചുറ്റി, അയ്യോ പാമ്പാണ്, പാമ്പ് ചുറ്റി, പാമ്പാണ് ചുറ്റിയിരിക്കുന്നത്. വിചാരിക്കുന്നതാണ് പാമ്പ് ചുറ്റി എന്ന് വിചാരിക്കുക. വീട്ടിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഓടി വന്ന് ഒരു ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ അവിടെ കിടന്നൊരു കയറായിരുന്നു, പാമ്പല്ല. അപ്പോ കയറാണ് ചുറ്റിയത്, പാമ്പ് ചുറ്റിയിട്ടില്ല. കയറ് ചുറ്റിയതിനെ നമ്മൾ ചുറ്റിയത് കയറാണെന്ന് മനസ്സിലായതുമില്ല, പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അതാണ് ഈ പറഞ്ഞ വലിയ രജ്ജു കണ്ടെത്തെങ്കില് പന്നക ബുദ്ധി പോലെ. പന്നക ബുദ്ധി, പന്നകം എന്ന് പറയുന്നത് എന്താണ്? പാമ്പാണ്. അപ്പോ നമ്മള് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വപ്നസന്നിധം വിചാരിക്കും ഇല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷ മൂലമായത് ദേഹം. നമ്മുടെ ഈ ജന്മസംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ദുഃഖങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതം, അതെന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് ജനനം, മരണം, ജനിക്കുക, മരിക്കുക, ചക്രത്തിൽ കിടന്ന് നമ്മളിങ്ങനെ ഉഴലുക, ജനിച്ചു വീണ്ടും മരിച്ചു, വീണ്ടും ജനിച്ചു, ഇങ്ങനെ ഒഴികൊണ്ടേയിരിക്കുക. അതിന് കാരണം നമ്മുടെ ഈ ദേഹമാണ്. കാരണം ഈ ദേഹം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതിലൂടെയാണ് ഈ ബന്ധം ഉണ്ടാകുന്നത്. തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലം പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നും ഉണ്ടല്ലോ നാം. ക്ഷേത്രം അല്ലെ, നമ്മൾ വരുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്നു പറയുന്നു. പക്ഷെ ക്ഷേത്രത്തെ കാണാനല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ വരുന്ന ക്ഷേത്രത്തെ കാണാനാണോ? അല്ല. ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ പരമമായിട്ടൊന്നുണ്ട്, ആ മൂർത്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ ആ ഒരു മൂർത്തിയുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത്. അതിനെയാണ് പറയുന്നത് ആത്മാ. വിളങ്ങുന്ന ആത്മാ എന്ന് പറയുന്നത് അതിനെയാണ്.
അപ്പോ പറയാണ്, വ്യത്യസ്തം പറയുന്നു, എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ആ പരമാത്മാ എന്ന് പറയുന്നത് നിശ്ചലനാണ്, അനങ്ങാതിരിക്കുന്നത്. കാരണം പരമാത്മാവിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതിനുള്ള ഇടമില്ല എന്നർത്ഥം. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന, എല്ലായിടവും നിറഞ്ഞു നിൽക്കുക. അങ്ങനെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് എങ്ങോട്ട് മാറാനാ? അതുകൊണ്ടാണ് ആ പരമാത്മാവിനെ നിശ്ചലൻ നിരാമയൻ. നിരാമയൻ, ആമയമില്ലാത്തവൻ, ഒരു ദുഃഖവും ബാധിക്കാത്തവൻ, ഒരു ദുഃഖവും അനുഭവിക്കാത്തവൻ എന്ന് പറയുന്നത്. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സംമിത്രേ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കി. നമ്മൾ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ലക്ഷ്മണനല്ല, നമ്മളെല്ലാവരും ഇവിടെ മാനവനായി പിറന്നവരെല്ലാവരും ലക്ഷ്മണന്മാരാണ്. ആ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം നമുക്ക് ഓരോരുത്തർക്കും ഈ യുഗത്തില്, ഈ 2025 സാക്ഷാൽ രാമചന്ദ്രദേവൻ നൽകുന്ന ഉപദേശമായി കേൾക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട 2 വരികളാണ്. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ. ജീവാത്മാവെന്നും പരമാത്മാവെന്നത് നോക്കി കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാൽ. പര്യായ ശബ്ദമാണ്. ആകാശത്തെ നമ്മൾ വാനമെന്നും ഗഗനമെന്നും രോഗമെന്നും അപസ്സെന്നും പല പേരിട്ട് വിളിക്കും, അല്ലേ? കൃഷ്ണനെ നമ്മള് കള്ളക്കണ്ണനെന്ന് വിളിക്കും, കണ്ണനാമണിന്ന് വിളിക്കും, കാളവർണ്ണനെന്ന് വിളിക്കും, കേശവനെന്ന് വിളിക്കും, പല പേരും വിളിക്കും. പക്ഷെ കൃഷ്ണൻ തന്നെയാണ്. ഈ പേരുകളൊക്കെ പറഞ്ഞാൽ അത് ഒന്ന് തന്നെ എന്ന് പറയുന്നത് പോലെ ആ പര്യായ ശബ്ദം എന്ന് പറയുന്നത് ആത്മാ, പരമാത്മാ എന്ന് പറയുന്നത് എന്താണ്? പര്യായം തന്നെയാണ്, മറ്റൊരു പേരാണ് എന്നാണ് പറയുക. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാൽ ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ആത്മാ തന്നെയാണ് പരമാത്മാ. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് നടയിൽ പോയി, അല്ലെ, 5 മണിക്കൂർ ക്യൂ നിന്ന് തലേ ദിവസം പോയി മുറിയെടുത്ത് കഷ്ടപ്പെട്ട് അതിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് തൊഴാനായിട്ട് ഇടി വെച്ചിട്ട് ഒരാൾ കണ്ടാനുള്ള റെഡിയായി നിൽക്കുമ്പോൾ നമ്മൾ മുന്നിൽ ചെന്നിട്ട് തൊഴുതാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ, മനോഹരമായ മനോജ്ഞമായ ഭഗവാന്റെ രൂപം കണ്ട് അതിങ്ങനെ ആവാഹിച്ചെടുത്തത് എന്താ ചെയ്യുന്നത്? കണ്ണടയ്ക്കും, അല്ലേ? ആ നടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ തള്ളി മാറ്റാൻ ഒരാൾ റെഡിയായിട്ടിരിക്കുക അങ്ങോട്ട് മാറാനായിട്ട്. ആ സമയത്ത് ഒരു സെക്കൻഡ് അറിയില്ല ഭഗവാനെ ഒന്ന് കാണാൻ. പെട്ടെന്ന് നമ്മള് കണ്ടിട്ട് കൈകൂട്ടിട്ട് കണ്ണൊന്ന് അടയ്ക്കുക. കാരണം എന്താ? ഞാൻ കാണുന്നു, ആ രൂപത്തെ ഞാൻ കാണുന്നത്, ആ പരമാത്മാവിനെ ഞാൻ കാണുന്നത് എന്റെ ഉള്ളിലാണ്, ഞാൻ തന്നെയാണ്. തത്വമസി, തത്വം അസി എന്നുള്ള നേരത്തെ രാമായണം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. തത്വമസ്യാദി മഹാവാക്യാർത്ഥങ്ങളെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്നു. ആദ്യം രാമായണത്തെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നു തത്വമസ്യാദി മഹാവാക്യങ്ങൾ. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. നമ്മുടെ 4 വേദങ്ങൾക്കുള്ള 4 മഹാവാക്യങ്ങൾ. തത്വം അസി, അത് നീ തന്നെയാകുന്നു. ഏത്? നീ ഇത്രയും കാലം എന്തിനെയാണ് അന്വേഷിച്ച് നടന്നത്? അതാണ് ഗുരുവായൂരപ്പനെ കാണുമ്പോൾ കണ്ണടച്ചിട്ട് ഉള്ളിലേക്ക് പോകും. മനസ്സിലാകുന്നില്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. തൽക്കാലം നമുക്ക് ഇവിടെ ചുരുക്കം. ഇന്നത്തെ ചോദ്യം നേരത്തെ പറഞ്ഞിരുന്നു. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതിയിടുക. രാമായണം, ഗുരുവായൂരപ്പന്റെ പ്രസാദമായ ആ രാമായണം ഇവിടെ ഇരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് ഉത്തരം എഴുതിയിടുക. ഇന്നത്തെ ഈ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 11ാം ദിവസവും ഇവിടെ എത്തിച്ച ആ മഹാകാരുണ്യത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമീക്ഷയോടനുബന്ധിച്ച് ഇത്രയും